നമസ്കാരം, ജനുമാഷാണ്. മലയാളം പഠിക്കാം 10-10 ഭാഗം നമ്പർ 11 ഏവർക്കും സ്വാഗതം. ചോദ്യം 1. കേരള വാത്മീകി, ശബ്ദസുന്ദരൻ, കഥകളിയുടെ സമുദ്ധാരകൻ എന്നീ വിശേഷണങ്ങൾക്ക് അർഹനായ സാഹിത്യകാരനാര്? ശരി ഉത്തരം വള്ളത്തോൾ എന്നതാണ്. വള്ളത്തോൾ നാരായണ മേനോൻ. ചോദ്യം 2. താരാവലി ചന്ദ്രസേനം എന്നുകൂടി പേരുള്ള വള്ളത്തോൾ എഴുതിയ മഹാകാവ്യം ഏത്? ഉമാകേരളം, രാമചന്ദ്രവിലാസം, കേശവീയം, ചിത്രയോഗം എന്നിങ്ങനെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം ചിത്രയോഗം ആണ്. ഉമാകേരളം ഉള്ളൂരിൻ്റേതും രാമചന്ദ്രവിലാസം അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെയും കേശവീയം KC കേശവപിള്ളയുടേതുമാണ്. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ഈ വരികൾ ഏത് കവിതയിലുള്ളതാണ്? ശരി ഉത്തരം വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ ആണ്. മഹാത്മജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കൃതിയാണ് എൻ്റെ ഗുരുനാഥൻ. മഹാത്മജിയുടെ മരണത്തിൽ ദുഃഖിച്ചുകൊണ്ട് വള്ളത്തോൾ എഴുതിയ വിലാപകാവ്യം ഏത് എന്നതാണ് 4ാമത്തെ ചോദ്യം. ശരി ഉത്തരം ബാപ്പുജി ആണ്. ചോദ്യം 5. പശ്ചാത്താപമേ പ്രായശ്ചിത്തം എന്നുകൂടി പേരുള്ള വള്ളത്തോൾ കൃതി ഏത്? ശരി ഉത്തരം മഗ്ദലന മറിയം ആണ്. പിങ്കള ഉള്ളൂരിൻ്റെയും കരുണ ആശാൻ്റേതുമാണ്. ഹീര ഉള്ളൂർ തന്നെ എഴുതിയ മറ്റൊരു കവിതയാണ്. ജാതി ചിന്തയെ വിമർശിച്ചുകൊണ്ട് വള്ളത്തോൾ എഴുതിയ കവിത ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ശരി ഉത്തരം ശുദ്ധരിൽ ശുദ്ധൻ ആണ്. നായരേ ഭവാൻ തന്നെ ശുദ്ധരിൽ ശുദ്ധൻ, വീടുപോയാൽ എന്തനഘമം ജാതിയെ രക്ഷിച്ചിലേ എന്ന വരികൾ പ്രശസ്തം. മലയാളത്തിൻ്റെ തല എന്ന കവിതയുടെ പ്രമേയം ശ്രീ ശങ്കരാചാര്യരുടെ ജീവിതമാണ്. ശിഷ്യൻ പ്രവർത്തിച്ചതു വീരധർമ്മം, സുതാംഗവൈകല്യമൊരുഗ്രശല്യം, സർവജ്ഞനെന്നാലും ഇതിങ്കൽ ന്യായം തോന്നഞ്ഞു ചിന്താവശനായി മഹേശൻ. പ്രഖ്യാതമായ ഈ വരികൾ ഉൾപ്പെടുന്ന കൃതി ഏത് എന്നതാണ് 7ാമത്തെ ചോദ്യം. ശരി ഉത്തരം ശിഷ്യനും മകനും ആണ്. ശിഷ്യനും മകനും എന്ന ഖണ്ഡകാവ്യത്തിലെ ശിഷ്യൻ പരശുരാമനും മകൻ ഗണപതിയുമാണ്. അച്ഛനും മകളും എന്ന ഖണ്ഡകാവ്യത്തിലെ മകൾ ആര് എന്ന 8ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ശകുന്തള ആണ്. 9ാമത്തെ ചോദ്യം കൊച്ചു സീത എന്ന ഖണ്ഡകാവ്യത്തിലെ കേന്ദ്ര കഥാപാത്രമാര് എന്നതാണ്. ശരി ഉത്തരം ചെമ്പകവല്ലി ആണ്. വള്ളത്തോൾ എഴുതിയ ലഘുകവിതകളുടെ സമാഹാരമായ സാഹിത്യമഞ്ജരി എത്ര ഭാഗങ്ങളുണ്ട്? ശരി ഉത്തരം 11 ആണ്. കൂടുതൽ ചോദ്യങ്ങൾക്കും മലയാളം സംബന്ധിച്ച അധിക വിവരങ്ങൾക്കും മലയാളം JenuMaash.blogspot.com മലയാളം മാഷ് ബ്ലോഗ് സന്ദർശിക്കാം. മലയാളം മാഷിൻ്റെ മുൻകാല വീഡിയോകൾക്ക് @JenuMaash എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി.